എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. അവിടെ CPM എങ്ങനെയാണ്, CPMൻ്റെ ഒരു കരുക്കൾ നീക്കം എങ്ങനെയാണെന്ന് നമുക്ക് VK പ്രശാന്ത് MLA നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കോർപ്പറേഷൻ പ്രത്യേകിച്ച് തലസ്ഥാന കോർപ്പറേഷൻ ആകുമ്പോൾ BJP ആണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു വെല്ലുവിളിയായി കരുതേണ്ട ഒരു സാഹചര്യവും തിരുവനന്തപുരത്ത് ഇല്ല. ഇപ്പോൾ തലസ്ഥാന നഗരം എന്ന നിലയിൽ നിരവധി അവാർഡുകളടക്കം നേടിയിട്ടാണ് പുതിയ ഈ ഭരണസമിതി, ആര്യ രാജേന്ദ്രൻ നേതൃത്വമുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷം എന്ന നിലയിൽ BJP ഒരു പരാജയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ 35 സീറ്റ് ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ, വെള്ളാർ നടന്നിട്ടുള്ള ഇലക്ഷനിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയുണ്ടായി. അത് 34 സീറ്റായി കുറഞ്ഞു. ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ ബൈ ഇലക്ഷനുകളിലും LDF ആണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയായ സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ കേരളത്തിലെ തലസ്ഥാന നഗരം എന്ന നിലയിൽ ഇത് രൂപീകരിച്ച കാലം മുതൽ ഇടതുപക്ഷമാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഇടതുപക്ഷം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മികച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ദേശീയ അന്തർദേശീയ അവാർഡുകളടക്കം നേടുകയാണ്. ജനങ്ങൾക്കും വലിയ പരാതിയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 100 വാർഡുകളിലും വികസനവും എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വലിയ ഭീഷണിയായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നികത്തി ഇടതുപക്ഷം വീണ്ടും തുടർച്ചയായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 55ഓളം വാർഡുകളിൽ അവിടെ ഭൂരിപക്ഷം BJPക്ക് നേടി. അത് വലിയൊരു ആത്മവിശ്വാസമാണ് BJPക്ക് നൽകുന്നത്. അല്ല, ഇപ്പോൾ ഞാൻ മേയറായി കഴിഞ്ഞ് വരുന്ന ഇലക്ഷനിൽ തിരുവനന്തപുരം നഗരം BJP ഭരിക്കും, തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രിയെ BJPയുടെ മേയറായിരിക്കും സ്വീകരിക്കുക എന്ന നിലയിലായിരുന്നല്ലോ പ്രചരണം. അപ്പോൾ അവിടെ നിന്നാണ് അന്ന് 44 കൗൺസിലർ മാത്രം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഭൂരിപക്ഷം 54ആയി ഉയരുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ പാർലമെൻറ്റിലെ ഇലക്ഷൻ നടക്കുന്ന പ്രോസസ്സും നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളും കൗൺസിൽ വാർഡിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വ്യത്യസ്ത പാറ്റേണുകളാണ്. അതിന് ഓരോന്നിനും ഓരോ സ്വഭാവം ആളുകൾ കൽപ്പിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് വോട്ടിംഗ് വരുന്നത്. അതുകൊണ്ട് അതിൽ വലിയ പേടിയൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ 100 വാർഡുകളിൽ BJPയുടെ കയ്യിലിരിക്കുന്ന പല വാർഡുകളും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. കാരണം അവർക്കിടയിൽ വലിയ ഗ്രൂപ്പിസം ഉണ്ട്. ആ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി ഒരു 10ലധികം വാർഡുകൾ അവർക്ക് തന്നെ കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം ഏറ്റവും മികച്ചതായിരിക്കും ഇത്തവണ. കൂടുതൽ കരുതലോടുകൂടി LDF തിരുവനന്തപുരം നഗരത്തിൽ കാര്യങ്ങൾ നോക്കും. അതിൻ്റെ ഭാഗമായി അടുത്ത തവണ ഒരു 60 സീറ്റുകളെങ്കിലും പിടിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരിക്കും ഞങ്ങൾ നിർവഹിക്കുക. BJPയുടെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ നിലയിലേക്ക് കൊണ്ടുപോകാം. ഈ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തിപരമായും അതിനപ്പുറത്തേക്ക് ആ ഭരണസമിതിക്കെതിരേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധങ്ങൾ കൊണ്ടുവരാൻ മറുഭാഗത്ത് പ്രതിപക്ഷത്തിന് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നമുക്ക് കരുതാമോ? ഇല്ല, ഇപ്പോൾ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്ന നിലയ്ക്കാണ് ഒരു പെൺകുട്ടിയെ തലസ്ഥാന നഗരം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു കുട്ടിക്കളിയാണ് നഗരസഭ എന്ന നിലയ്ക്ക് വർത്തമാനം പറയുകയാണ്. ഈ കുട്ടിക്കളി എന്ന് പറയുന്ന നഗരസഭയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ അവാർഡുകൾ വാരിക്കൂട്ടുന്നത്. ഇപ്പോൾ സ്വരാജ് ട്രോഫി തുടർച്ചയായിട്ടുള്ള അവാർഡുകൾ കിട്ടുകയാണ്. ഷാങ്ഹായിയുടെ UN ഹാബിറ്റാറ്റ് അവാർഡ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്കാണ് കിട്ടിയത്. മികച്ച ലിവിങ് സിറ്റി നമ്മുടേതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ LDF എന്ന നിലയിൽ എനിക്കുൾപ്പെടെ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അവസരം തന്നത് ചെറുപ്പക്കാർക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ഈ തലസ്ഥാനത്തെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിക്ക് തലസ്ഥാനത്തെ ഒരു മേയർ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് മുഴുവൻ കൊടുത്തൊരു ആദരമാണ്. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തതായിട്ട് ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ BJP ഉയർത്തുന്ന കലഹം, കൗൺസിൽ യോഗം കൂടുമ്പോൾ ബഹളം ഉണ്ടാക്കുക, അടിയുണ്ടാക്കുക, ഇത് എൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അന്ന് മേയറായി പ്രവർത്തിച്ചിരുന്ന എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഓർമ്മകൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരം സ്ഥിതി എല്ലാ കാലത്തും BJP കൗൺസിൽ ഹാളിൽ സൃഷ്ടിക്കാറുണ്ട്. അവരുന്നയിച്ച ഒരു ആരോപണവും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ പല കാര്യങ്ങളും കുത്തിപ്പൊക്കി പറയുന്നുണ്ടല്ലോ. ഒരാരോപണം പോലും തെളിയിക്കാൻ BJPക്കോ UDFനോ സാധിച്ചിട്ടുമില്ല. അപ്പം ഞങ്ങൾ കാണുന്നത് തലസ്ഥാന നഗരം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ തലസ്ഥാന നഗരം പിടിച്ചെടുക്കണമെന്ന് BJPക്കും കോൺഗ്രസിനും ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി ജനങ്ങളോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു ആശങ്കയില്ല. തുടർച്ചയായിട്ടുള്ള ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള ഒരു ടീമായിരിക്കും അടുത്ത തവണ ഞങ്ങൾ മത്സരത്തിന് ഇറക്കുക. കോൺഗ്രസ് മിഷൻ 25 എന്ന രീതിയിൽ വലിയ രീതിയിലാണ് കോൺഗ്രസ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സീനിയർ ലീഡേഴ്സിന് 10 വാർഡുകൾ വീതം നൽകുന്നു. ഒപ്പം മൊത്തം ചുമതല PC വിശ്വനാഥിന് നൽകുന്നു. അങ്ങനെ വലിയ രീതിയിൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അതുകൊണ്ട് അവർക്കും ഇവിടെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് കാണിച്ചു കൊടുത്തേ മതിയാവുക. കോൺഗ്രസ് ശരിക്കും നിങ്ങൾക്ക് കോൺഗ്രസ് ആണോ BJP ആണോ? പ്രതിപക്ഷത്ത് BJP ആണെങ്കിൽ കൂടി കോൺഗ്രസിനെ കോർപ്പറേഷൻ ഇലക്ഷൻ കോൺഗ്രസിനെ ഭയക്കുന്നുണ്ട്. ഇല്ല, അത് ഭയക്കേണ്ട ഒരു സാഹചര്യമില്ല. നേരത്തെ ഞാൻ മേയറായി പ്രവർത്തിക്കുമ്പോൾ 20 സീറ്റോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ 10ആയി.
ഇപ്പോൾ അവർ കാണുന്നത് എന്താ, വലിയ സീനിയർ നേതാക്കന്മാരെയൊക്കെ കൗൺസിലർമാരായി മത്സരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളതൊരു വിജയമായിട്ടാണ് കാണുന്നത്. ഈ LDF ഭരണസമിതിയെ മറിക്കണമെങ്കിൽ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം കളത്തിലിറങ്ങിയാലേ പറ്റൂ എന്ന സ്ഥിതിയിലേക്ക് പ്രതിപക്ഷത്തിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് കാണിക്കുന്നത് ഇപ്പോൾ ദേശീയ നേതാക്കളുടെ പേര് വരെ പറയുകയാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ വരെ ഇവിടെ മത്സരിക്കുമെന്ന നിലയ്ക്ക് പ്രചരണം വരികയാണ്. ആ പ്രചരണത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്തരം പ്രചരണത്തിലേക്ക് എതിർ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടേത് തീർച്ചയായിട്ടും പുതുമുഖങ്ങളാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. അവരെ നേരിടാൻ ദേശീയ സംസ്ഥാന നേതാക്കന്മാർ വരെ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ഞങ്ങൾ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ 34 സീറ്റുകളാണ് ഇപ്പോൾ BJPക്കുള്ളത്. അത് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങൾ എടുക്കുന്ന പൊതുനിലപാട്. അത് LDF സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് BJPയുടെ സീറ്റ് കുറയ്ക്കുക, ആ നിലയിലേക്കായിരിക്കും ഞങ്ങൾ പോവുക. തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ വളരെ മാസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നിയമസഭ. പല നിയോജക മണ്ഡലങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഒക്കെ തന്നെ വളരെ സജീവമായി നടക്കുകയാണ്. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് CPMനെ VK പ്രശാന്താണ് വട്ടിയൂർക്കാവെങ്കിൽ മറ്റൊന്ന് രണ്ടാമതൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന രീതിയിലൊക്കെയാണല്ലോ കാര്യങ്ങൾ. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലെ കോൺഗ്രസ് വളരെ മേൽക്കോയ്മയുള്ള ഒരു സ്ഥലത്ത് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. 2 വട്ടം ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഭൂരിപക്ഷം ഉയർത്താനും സാധിച്ചു. അപ്പോൾ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6-7 വർഷക്കാലം കൊണ്ട് പരമാവധി വികസനങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാർഡടക്കം ഈ നിയോജക മണ്ഡലം ഉൾപ്പെടെ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നതാരാ? കേരളത്തിലെ പ്രതിപക്ഷവും അങ്ങനെയുള്ള നേതാക്കന്മാരടക്കം പറയുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ ഈ സർക്കാർ തന്നെ വരണം. പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പല രീതിയിൽ കുറ്റപ്പെടുത്താൻ നോക്കിയിട്ടും ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടും അതൊന്നും ഏശുന്നില്ല, ജനങ്ങളുടെ മനസ്സിലേശുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇനിയും തുടരണം എന്നുള്ളൊരു ചിന്തയാണ് പൊതുവിൽ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100 സീറ്റിന് അപ്പുറത്തേക്ക് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടായിരിക്കും പോവുക. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾ തന്നെ പിടിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടൊരു ശ്രമമായിരിക്കും ഇനി ഞങ്ങൾ നടത്തുക. അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ സിറ്റിംഗ് MLA തന്നെ ആയിരിക്കുമെന്ന രീതിയിലാണ് മണ്ഡലത്തിൽ മുഴുവനും ആ രീതിയിലൊരു ക്യാമ്പയിൻ ഇല്ലെങ്കിൽ പോലും എല്ലാ കണ്ണുകളും നോക്കുന്നത് VK പ്രശാന്തിന് തന്നെയാണ്. അല്ല, അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും ആര് മത്സരിക്കണം അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിക്ക് ഒരു പൊതു തീരുമാനമുണ്ട്. അപ്പോൾ ആ തീരുമാനവും മറ്റു കാര്യങ്ങളും ആ സമയത്ത് എന്താണോ എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും വരിക. എന്നെ സംബന്ധിച്ച് ആദ്യത്തത് ബൈ ഇലക്ഷൻ ആയിരുന്നു, രണ്ടാമത്തത് പൂർണ്ണ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മത്സരിക്കണോ വേണ്ടയോ, ഇവിടെ തന്നെ നിൽക്കണോ വേറെ ഇടത്തെങ്കിലും പോകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അപ്പോൾ അത് കാലാകാലങ്ങളിൽ പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് BJP സംബന്ധിച്ച് നിയമം വട്ടിയൂർക്കാവൊക്കെ BJPക്ക് അത്രയേറെ അടിത്തറയുള്ള തിരുവനന്തപുരത്ത് അവരിങ്ങനെ പടിപടിയെ ഉയർന്നു വരികയാണല്ലോ. രാജു ചന്ദ്രശേഖരുടെ പേരൊക്കെയാണ് വലിയ രീതിയിലൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത്തവണ നിയമസഭാ ഇലക്ഷൻ K മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അങ്ങനെ വളരെ ശക്തന്മാരായ എതിർ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും. അല്ല, തീർച്ചയായിട്ടും. അപ്പം ഞാനതാണ് സൂചിപ്പിച്ചത്. ആദ്യത്തെ ഇലക്ഷനിൽ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഞാൻ ഭൂരിപക്ഷം പറഞ്ഞു. 7500-നും 15000-നും ഇടയിൽ ജയിക്കും എന്നുള്ളൊരു ഭൂരിപക്ഷം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു. 14600 വോട്ടിന് ജയിച്ചു. രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു 15000-നും 25000-നും ഇടയ്ക്ക് ജയിക്കും. 21000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. അടുത്ത ഇലക്ഷനിൽ ഞാൻ പറയുന്നു ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് ഈ പറഞ്ഞ പേരുകളുള്ള ആളുകൾ വന്നാൽ തന്നെയും ഞങ്ങൾക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ മണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച എല്ലാ വികസന പരിപാടികൾക്കും ഗവൺമെൻറ് സഹായം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെ, പേർക്കടയുടെ മേൽപ്പാലം ഉൾപ്പെടെ, കളക്ട്രേറ്റ് വികസനം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പേരുകാർ ഉൾപ്പെടെ വന്നാലും ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വിജയിക്കും, ആര് മത്സരിച്ചാലും. ആ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇത്തവണ മൂന്നാം തവണ മത്സരിക്കുമ്പോൾ അത് 25-നും 50-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കുമെന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് പറയാനുള്ള സമയമായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ആ നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കൗൺസിലർമാരുടെ വാർഡുകളിലും വികസനം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. റോഡുകൾ ധാരാളമായി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. 2026-ൽ മുഴുവൻ PWD റോഡുകളും BMBC ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട്
25,000-നും 50,000-നും ഇടയ്ക്ക് വന്ന ടാർഗറ്റാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിലേക്ക് എത്തുകയും ചെയ്യും. എല്ലാ ആശംസകളും. ഈ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഇത്തവണ വട്ടിയൂർക്കാവ് ഏറെക്കുറെ വി കെ പ്രശാന്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ ആ രീതിയിലാണ്, പ്രചാരണം ആ രീതിയിൽ തന്നെ. അതോടൊപ്പം തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ രീതിയിൽ, അത് BJP യോ അല്ലെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസോ എത്ര കണ്ട് പോരാട്ടം നടത്തിയാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം വിട്ടുകൊടുക്കില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPM നേതൃത്വം. അത് തന്നെയാണ് വി കെ പ്രശാന്ത് MLA നമ്മോട് പങ്കുവയ്ക്കുന്നത്. വിഷ്ണുവിനൊപ്പം മൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.